പെറുവിലെ സാംസ്കാരിക നഗരമായ കുസ്കോ. അവിടുത്തെ സാൻ പെഡ്രോ ദേവാലയത്തിനു മുന്നിലെ ചത്തുരത്തിൽ നിൽക്കുകയാണ് ഞാൻ. സാൻ പെഡ്രോ സ്ക്വയർ എന്നറിയപ്പെടുന്ന ചെറിയൊരു ചത്തുരം. അതിന്റെ ഒരു വശത്ത് തകരം മേഞ്ഞ ഒരു ഷെഡ് കാണാം. അതിവിടുത്തെ സാൻ പെഡ്രോ മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് കാണാനാണ് ഞാനിവിടെ വന്നതു തന്നെ. കുസ്കോ സന്ദർശിക്കുന്നവർ സാൻ പെഡ്രോ മാർക്കറ്റ് കാണാതെ മടങ്ങരുതെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. വിചിത്രങ്ങളായ പല വസ്തുക്കളും വിൽക്കുന്ന മാർക്കറ്റാണിത്. ടൂറിസ്റ്റുകൾക്കായി ഒരുങ്ങി നിൽക്കുന്ന മാർക്കറ്റ്. തകരം മേഞ്ഞ മേൽക്കൂരയുമായി ലാറ്റിൻ അമേരിക്കൻ രൂപഭാവങ്ങളോടെ നിൽക്കുകയാണത്. അകത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. പെറുവിലെ ഗോത്രവിഭാഗങ്ങൾ വീടുകളിൽ വെച്ച് കൈകൊണ്ട് നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളും തൊപ്പികളും ബാഗുകളും മറ്റുമാണ് കൂടുതലും. സ്വെറ്ററും ജാക്കറ്റും തൊപ്പികളും കരകൗശല വസ്തുക്കളും ആഭരണങ്ങളുമെല്ലാമുണ്ട്. ആൻഡീസ് പർവ്വതത്തിലെ അമേരിന്ത്യൻ ഗോത്രജനതയുടെ കരകൗശല വസ്തുക്കൾ, ചെറിയ പാവകൾ, ബാഗുകൾ, ഇങ്ങനെ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളാണ് മാർക്കറ്റിലുള്ളത്. രാവിലെ കടകൾ തുറന്ന് വസ്തുക്കൾ ഒരുക്കി ഒതുക്കി വെക്കുന്ന സമയമാണിപ്പോൾ. ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ. ഷോപ്പിംഗ് ഹരമായിട്ടുള്ള ഒരാൾക്ക് മതിവരുവോളം കണ്ടും ആസ്വദിച്ചും സ്വന്തമാക്കിയും മടങ്ങാവുന്ന ഒട്ടേറെ വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്ന മാർക്കറ്റ്. മിക്ക സ്റ്റാളുകളിലും വിൽപ്പനക്കാർ പെറൂവിയൻ ഗോത്ര സ്ത്രീകളാണ്. ഇൻക ഗോത്രങ്ങളുടെ പരമ്പരയിൽപ്പെട്ടവർ. ചൈനീസ്, മംഗോളിയൻ ഛായയുള്ളവരാണ് ഇവിടുത്തെ ഗോത്രവിഭാഗക്കാർ. വസ്ത്രങ്ങളും മറ്റും ഡിസ്പ്ലേ ചെയ്യുന്ന തിരക്കിലാണ് കച്ചവടക്കാരികൾ. വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവ ആവശ്യക്കാർക്ക് അണിഞ്ഞു നോക്കുകയുമാവാം. താൽപ്പര്യപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. കമ്പിളി നൂലുകൊണ്ടും മറ്റും നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളാണ് കൂടുതലും. പുറത്ത് കുട്ടിയെയും കെട്ടിവെച്ചു നടന്നു നീങ്ങുന്ന ഗോത്ര സ്ത്രീകൾ. സ്വെറ്ററും ജാക്കറ്റും കരകൗശല വസ്തുക്കളും ആഭരണങ്ങളുമെല്ലാമുണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ മുതലുള്ള ചരിത്രമുണ്ട് സാൻ പെഡ്രോ മാർക്കറ്റിന്. കുസ്കോയിൽ വിപുലമായി പ്രവർത്തനം തുടങ്ങിയ ആദ്യ മാർക്കറ്റും ഇതുതന്നെ. നഗരത്തിനു ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആളുകൾ അക്കാലം മുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനും ഈ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. മാർക്കറ്റിന്റെ ഒരു ഭാഗത്ത് കുറെ ജ്യൂസ് കടകളുണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സ് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞ് ജ്യൂസാക്കി നൽകുന്ന കടകൾ. നിരനിരയായി ധാരാളം സ്റ്റാളുകളുണ്ട്. ഇത്രയേറെ ജ്യൂസ് ഇവിടെ വിറ്റഴിയുന്നുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടു പോകും. മറ്റൊരു ഭാഗത്ത് ഇറച്ചിക്കടകളാണ്. പന്നി, പശു എന്നിവയുടെ ഇറച്ചിക്കാണ് പ്രാമുഖ്യം. ചൈനയിലെയും തായ്ലൻഡിലെയും പോലെ വിചിത്രങ്ങളായ ചില മൃഗഭാഗങ്ങൾ ലഭിക്കുന്ന മാർക്കറ്റ് കൂടിയാണിത്. പശുവിന്റെയും കഴുതയുടെയും മൂക്ക്, വായ, കീഴ്ത്താടി എന്നീ ഭാഗങ്ങൾ ഒരുമിച്ച് മുറിച്ചെടുത്തത്, കന്നുകാലികളുടെ പല്ലോടുകൂടിയ താടിയെല്ല് എന്നിങ്ങനെ നീളുന്നു അതിന്റെ പട്ടിക. ഉണക്ക ഇറച്ചിയും ഇവിടെ സാധാരണ വിഭവമാണ്. ജ്യൂസ് കടകളുടെ നിര ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മിക്ക പഴങ്ങളും ഇവിടെയും ലഭിക്കും. കൈതച്ചക്ക, വാഴപ്പഴം, പപ്പായ, വിവിധതരം നാരങ്ങകൾ എന്നിവയെല്ലാം. അത് തത്സമയം ജ്യൂസാക്കി വിൽക്കുകയാണിവിടെ. സാൻ പെഡ്രോ മാർക്കറ്റിൽ ജ്യൂസ് വിൽപ്പനക്കാർക്ക് മാത്രമാണ് യൂണിഫോം കണ്ടത്. എല്ലാവരും വെളുത്ത വസ്ത്രവും തൊപ്പിയുമൊക്കെ ധരിച്ചാണ് നിൽക്കുന്നതെങ്കിലും പരിസരത്തിന് അത്ര വൃത്തിയില്ല. അതുകൊണ്ട് ഞാനൊരു ജ്യൂസിന്റെ രുചി പരീക്ഷിക്കാൻ നിന്നില്ല. കുസ്കോയുടെ ടൂറിസം അധികൃതർ സാൻ പെഡ്രോ മാർക്കറ്റിന്റെ ഹൈലൈറ്റായി കാണിക്കുന്നത് ഇവിടുത്തെ വൈവിധ്യമാർന്ന രുചികളിലുള്ള ജ്യൂസാണ്. ജ്യൂസ് മാത്രമല്ല, പുഡിംഗ്, ജെല്ലി തുടങ്ങിയവയെല്ലാം ചില സ്റ്റാളുകളിലുണ്ട്. കേരളത്തിൽ ലഭ്യമാകുന്ന എല്ലാത്തരം പഴങ്ങളുമുണ്ട്, നേന്ത്രപ്പഴം വരെ. ഇന്ത്യക്ക് പുറത്ത് ലോകത്ത് മറ്റൊരിടത്തും ഇത്തരം മാർക്കറ്റുകളിൽ നേന്ത്രപ്പഴം ഞാൻ കണ്ടിട്ടില്ല. അവിടെയെല്ലാം വാഴപ്പഴം എന്നാൽ റോബസ്റ്റ പഴമാണ് പൊതുവെ ലഭിക്കുക. എന്നാൽ ഏത്തപ്പഴം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന അതേ രുചിയുമായി ഇവിടെയുണ്ട്. ഓരോ ജ്യൂസ് കടയുടെയും മുന്നിൽ ധാരാളം ടൂറിസ്റ്റുകൾ കൂടിയിരിക്കുന്നു. ഇതാ നേന്ത്രപ്പഴം. അതിനൊപ്പം റോബസ്റ്റയും തക്കാളിയും പപ്പായയും പേരയ്ക്കയുമെല്ലാമുണ്ട്. മറ്റൊരു ഭാഗത്ത് മദ്യവിൽപ്പന സ്റ്റാളുകൾ.
സാൻ പെഡ്രോ മാർക്കറ്റിൽ മദ്യം യഥേഷ്ടം ലഭ്യമാണ്. ഒരു ഗോത്രസ്ത്രീ ഒരു കെട്ട് പുല്ല് പുറത്തേറ്റി നീങ്ങുകയാണ്. ഇങ്ങനെ പുറത്തൊരു ഭാണ്ഡം കെട്ടിയാണ് അമേരിന്ത്യൻ ഗോത്രസ്ത്രീകൾ നടക്കുക. ചന്തയിൽ ടൂറിസ്റ്റുകൾ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നേരം ഇപ്പോൾ 10 മണിയായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ സാൻ പെഡ്രോ മാർക്കറ്റിൽ വലിയ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. കരകൗശല വസ്തുക്കൾ ലഭിക്കുന്ന കടകളാണ് മാർക്കറ്റിന്റെ ഈ ഭാഗത്ത്. മണ്ണുകൊണ്ടും തടികൊണ്ടും മറ്റും നിർമ്മിച്ച പല വസ്തുക്കൾ, നല്ല ഭംഗിയുള്ള നിർമ്മിതികൾ, പലതിലും അമേരിന്ത്യൻ ഗോത്രചിഹ്നങ്ങൾ കോറിയിട്ടിരിക്കുന്നു. പെറു യാത്രയുടെ ഓർമ്മയ്ക്ക് സുവനീറുകൾ വാങ്ങിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഏത് വാങ്ങണം എന്ന ആശയക്കുഴപ്പത്തിലാക്കുന്ന നിരവധി സുന്ദര വസ്തുക്കൾ. അത്തരം വസ്തുക്കൾ നിരത്തിവച്ചിരിക്കുന്ന സ്റ്റാളുകൾക്കിടയിലൂടെ കണ്ടും ആസ്വദിച്ചും വില പറഞ്ഞും വാങ്ങിയും നടക്കുന്ന സഞ്ചാരികൾ. ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുത രാജ്യം തന്നെയാണ് പെറു. ലാറ്റിൻ അമേരിക്കയിലെ മറ്റൊരു രാജ്യത്തും പെറുവിലുള്ളിടത്തോളം അത്ഭുതങ്ങൾ സഞ്ചാരികളെ കാത്തിരിക്കുന്നില്ല. പൗരാണികതയും ഗോത്രപാരമ്പര്യവും കരകൗശലവുമെല്ലാം ചിലിയിലും അർജന്റീനയിലും ബ്രസീലിലും ഞാൻ കണ്ടതിലും വൈവിധ്യപൂർണമാണിവിടെ. 18-ാം നൂറ്റാണ്ടിൽ പ്രവർത്തനം തുടങ്ങിയതാണ് സാൻ പെഡ്രോ മാർക്കറ്റ്. ആദ്യകാലത്ത് സാൻ പെഡ്രോ ദേവാലയത്തിന്റെ മുന്നിലുള്ള പ്ലാസയിലായിരുന്നു ഇതിന്റെ സ്ഥാനം. തുടക്കകാലത്ത് ശനിയാഴ്ചകളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ചന്ത പിന്നീട് ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിച്ചു തുടങ്ങിയതോടെ സ്ഥാനം ഇവിടേക്ക് മാറ്റുകയാണുണ്ടായത്. 1990കളിൽ ഒരു ടൂറിസ്റ്റ് ആകർഷണം എന്ന നിലയിൽ മാർക്കറ്റിനെ ഒന്ന് പുനഃക്രമീകരിച്ചു. ഓരോ ഇനം വസ്തുക്കൾക്കും പ്രത്യേക നിരകൾ സജ്ജമാക്കിയത് അപ്പോഴാണ്. സാൻ പെഡ്രോ മാർക്കറ്റിൽ നിന്നും ഇനി പുറത്തേക്ക് നടക്കുകയാണ്. കാഴ്ചകളുടെ ആവർത്തനം തന്നെയാണ് മാർക്കറ്റിൽ ഇനിയുള്ളത്. വീണ്ടും തെരുവിലേക്കെത്തി. പ്ലാസ സാൻ പെഡ്രോ എന്ന ചെറു സ്ക്വയർ. അവിടേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു നാടാണോ ടൂറിസ്റ്റുകൾക്ക് ഒട്ടും സുരക്ഷിതമല്ലെന്ന് പലരും എഴുതിവെച്ചതെന്ന് ചിന്തിച്ചു പോകുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ടൂറിസ്റ്റുകളുടെ വലുതും ചെറുതുമായ സംഘങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. തെരുവുകളിൽ എവിടെയും പോലീസിന്റെ സാന്നിധ്യവുമുണ്ട്. നഗരം പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ശങ്കാലേശമന്യേ തെരുവുകളിൽ നിറഞ്ഞു നീങ്ങുന്നു. ജനക്കൂട്ടത്തിനിടയിൽ ഇവിടുത്തെ തനി ഗോത്രസ്ത്രീകളെയും കാണാം. തൊപ്പി അവരുടെ വേഷത്തിന്റെ ഭാഗം തന്നെയാകുന്നു. പുരുഷന്മാരുടെ രൂപത്തിലുമുണ്ട് ഗോത്രചിഹ്നങ്ങൾ. വഴിയോരത്ത് ഇങ്ങനെയും ചില കച്ചവടക്കാരുണ്ട്. ഗോത്രമുദ്രകൾ ലോക്കറ്റുകളാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അവരെയെല്ലാം പിന്നിട്ട് സാന്താ ക്ലാര സ്ട്രീറ്റിലൂടെ ഞാൻ തിരികെ നടക്കുകയാണ്. കുസ്കോയുടെ മറ്റു ചില കാഴ്ചകളിലേക്ക് പോകണം. സാന്താ ക്ലാര ദേവാലയത്തിന് സമീപമെത്തിയിരിക്കുന്നു. ഫ്രാൻസിസ്കൻ ഓർഡറിലെ സന്യാസിനിമാരുടെ ഒരു മൊണാസ്ട്രിക്ക് അനുബന്ധമായാണ് സാന്താ ക്ലാര ചർച്ച് നിർമ്മിതമായതെന്നാണ് ചരിത്രം. അനാഥരായ ഇൻകാ സ്ത്രീകളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രവും 17-ാം നൂറ്റാണ്ടിൽ ഈ ദേവാലയത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു. സാന്താ ക്ലാര ഗേറ്റ് എന്നാണ് ഈ കവാടത്തിനു പേര്. അത് കടക്കുന്നതോടെ സെന്റ് ഫ്രാൻസിസ് സ്ക്വയറിലേക്ക് എത്തുന്നു. പ്ലാസ സാൻ ഫ്രാൻസിസ്കോ എന്ന ചത്വരം. അതിന്റെ ഒരു വശത്തുകൂടി നീണ്ടുപോകുന്നത് കാല്ലേ മാർക്കസ് എന്ന തെരുവാണ്. മാർക്കസ് സ്ട്രീറ്റിലുമുണ്ട് ജനപ്രവാഹം. നഗരവാസികളെക്കാൾ ടൂറിസ്റ്റുകൾ നിറയുന്ന മറ്റൊരു തെരുവ്. മാർക്കസ് സ്ട്രീറ്റിന്റെ അങ്ങേ അതിരിൽ ഒരു ദേവാലയ മകുടം കാണാം. ലാ മെർസഡ് എന്ന പള്ളിയാണത്. അതിനു മുന്നിൽ നിന്നാണ് രാവിലെ ഞാൻ സാൻ പെഡ്രോ സ്ക്വയറിലേക്ക് നടത്തം തുടങ്ങിയത്. വലിയൊരു പള്ളിയാണ് ലാ മെർസഡ്. ഒരു കോൺവെന്റും കാറ്റക്കോംസുമെല്ലാം ഉണ്ട് അതിനുള്ളിൽ. മലഞ്ചെരുവിലേക്ക് പടർന്നു കയറുന്ന നഗരഭാഗവും ഇവിടെ നിൽക്കുമ്പോഴുള്ള മറ്റൊരു കാഴ്ചയാണ്. സ്പെയിൻകാരുടെ വരവിന് ശേഷമാണ് കുസ്കോ വിപുലമായൊരു ജനവാസ പ്രദേശമായി മാറിയതെങ്കിലും അതിനു മുൻപ് പ്രബലമായ 2 ഗോത്ര സമൂഹങ്ങളുടെ ശക്തി കേന്ദ്രമായിരുന്നു ഇവിടം. തെരുവോരത്തെ കെട്ടിടങ്ങളുടെ മുകൾ നിലകളിൽ ചെറിയ റെസ്റ്റോറന്റുകളും ലോഡ്ജുകളുമുണ്ട്. അതിന്റെ ബാൽക്കണിയിൽ ടൂറിസ്റ്റുകൾ സ്വന്തം വീട്ടിലെന്നോണം അങ്ങനെ ഇരിക്കുന്നു. കെട്ടിടങ്ങളൊന്നും സൗന്ദര്യവൽക്കരിച്ചിട്ടില്ല.
കൊളോണിയൽ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിതമായ അതേ രൂപത്തിൽ അതെല്ലാം നിലനിർത്തിയിരിക്കുകയാണ്. പഴമയുടെ നിറവും ഭാവവുമാണ് അവയ്ക്കെല്ലാം. ഇതാണ് ഹെറിറ്റേജ് സിറ്റികളെ സംരക്ഷിക്കുന്ന ഒരു രീതി. തലങ്ങും വിലങ്ങും വലിച്ചുകെട്ടിയ കമ്പികളോ ദുർഗന്ധം വമിക്കുന്ന ഓടകളോ പാതയോരത്ത് മാലിന്യ കൂമ്പാരങ്ങളോ ഇല്ല. ഇതാണ് ലാ മെർസഡ് ദേവാലയം. 1657 മുതലുള്ള 20 വർഷം കൊണ്ട് നിർമ്മിതമായ പള്ളിയാണിത്. ലാ മെർസഡ് സന്യാസി സഭയുടെ നേതൃത്വത്തിൽ കുസ്കോയിൽ സ്ഥാപിതമായ ആദ്യ ദേവാലയവും ഇതുതന്നെയാണ്. ബറോക്ക് ശൈലിയിൽ നിർമ്മിച്ച പള്ളി. ഇപ്പോഴും കുസ്കോയിലെ പ്രമുഖമായൊരു കോൺവെന്റാണ് ഇവിടെയുള്ളത്. പള്ളിയുടെ കോമ്പൗണ്ടിനകത്തെ ഒരു നടുമുറ്റമാണിത്. ഇവിടെ നിന്നുമാണ് ലാ മെർസഡ് കോൺവെന്റിലേക്കുള്ള പ്രവേശന കവാടം. മാന്ത സ്ട്രീറ്റ് എന്നാണ് ഈ തെരുവിന് പേര്. ചെറിയൊരു തെരുവ്. സോൾ അവന്യൂവിലേക്കാണ് മാൻതാസ് തെരുവ് ചെന്നു ചേരുന്നത്. അവന്യൂ ലാ സോൾ. ആ തെരുവിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു. കുസ്കോയുടെ പഴയ നഗരത്തിൽ ഒറ്റ ഇലക്ട്രിക് പോസ്റ്റ് പോലും കാണുന്നില്ലെന്നത് ഏറെ ശ്രദ്ധേയം. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. ഇപ്പോൾ എത്തിയിരിക്കുന്നത് സോൾ അവന്യൂവിലേക്കാണ്. ഈ അവന്യൂവിലൂടെ താഴേക്ക് ഇനി 1 കിലോമീറ്ററോളം നടക്കണം എനിക്ക്. ഇൻക സാമ്രാജ്യകാലത്തെ പ്രമുഖ ക്ഷേത്രമായിരുന്ന കോറിക്കഞ്ചയാണ് അടുത്ത ലക്ഷ്യം. ഇവിടെ ഇങ്ങനെയൊരു ബൃഹത് മന്ദിരമുണ്ട്. കുസ്കോയിലെ ജുഡീഷ്യൽ പാലസാണിത്. കോടതി സമുച്ചയം. താരതമ്യേന പുതിയൊരു കെട്ടിടമാണ്. എന്നാൽ കുസ്കോയുടെ പൗരാണിക ഭാവത്തോട് ചേർന്നു നിൽക്കും വിധമാണ് അതിൻ്റെയും നിർമ്മാണം. കോറിക്കഞ്ച ലക്ഷ്യമാക്കി ഞാൻ നടത്തം തുടർന്നു. നഗര മാപ്പ് നോക്കിയാണ് ഇന്ന് രാവിലെ മുതൽ കുസ്കോ നഗരത്തിലൂടെയുള്ള എൻ്റെ നടത്തം. ഇതാണ് ആ ഇൻകാ ക്ഷേത്രത്തിലേക്ക് തിരിയാനുള്ള ജംഗ്ഷൻ എന്ന് മാപ്പ് നോക്കി മനസ്സിലാക്കി. ഇവിടെ ഒരു വലിയ പുൽമേടുണ്ട്. അതിനപ്പുറം കാണുന്നതാണ് കോറിക്കഞ്ചയുടെ പ്രധാന ഭാഗങ്ങൾ. ഒരു പള്ളിയാണ് ഇപ്പോഴവിടെയുള്ളത്. ഈ പുൽമേടിന്റെ ചുവട്ടിലാകട്ടെ അതിശയകരമായ ഒരു നിർമ്മിതിയുണ്ട്. ഒരു മ്യൂസിയമാണത്. ഈ പുൽമേട്ടിൽ നിന്നും പടവുകൾ ഇറങ്ങിയാൽ മ്യൂസിയത്തിലേക്കെത്താം. പെറുവിന്റെ പോലും ഇത്തരത്തിലുള്ള ആർക്കിടെക്ചറൽ ഭാവനകൾ നമുക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കുകയാണ്. ഭൂമിക്കടിയിൽ ഒരു മ്യൂസിയം ആവാമെന്നത് വ്യത്യസ്തമായൊരു ആശയം തന്നെയാണ്. ഇവിടെ ഇൻക സംസ്കാരത്തിന്റെ ചില നേർചിത്രങ്ങളെല്ലാം കാണാം. ഇൻകകൾ മലമുകളിൽ നിന്നും വെള്ളം കൊണ്ടുവന്നിരുന്ന രീതി ഇതാണ്. അതിലൂടെ ഇപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട്. ഇൻക സാമ്രാജ്യത്തിലെ തന്നെ പ്രമുഖമായ ക്ഷേത്രമായിരുന്നു കോറിക്കഞ്ച. ഗോൾഡൻ ടെമ്പിൾ ഓഫ് സൺ എന്നാണ് അതിന്റെ വിശേഷണം. ഇൻകകൾ ഇൻറ്റി എന്ന് വിശേഷിപ്പിച്ചിരുന്ന സൂര്യദേവന് വേണ്ടിയുള്ള ക്ഷേത്രം. സ്പാനിഷ് അധിനിവേശക്കാർ സുന്ദരവും വിപുലവുമായിരുന്ന ക്ഷേത്രം തകർത്തുകളഞ്ഞ് അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയായിരുന്നു. ചർച്ച് ഓഫ് സാന്തോ ഡൊമിംഗോ എന്ന പള്ളി. ആ പള്ളിയാണ് ഇപ്പോൾ ഇവിടെയുള്ള പ്രധാന നിർമ്മിതി. കോറിക്കഞ്ചയുടെ അസ്ഥിവാരത്തിനു മേലെ തന്നെയാണ് സാന്തോ ഡൊമിംഗോ പള്ളി ഉയർന്നത്. ഇൻക സാമ്രാജ്യകാലത്ത് സൂര്യദേവന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്.
അതിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ എത്ര ബൃഹത്തും ഗംഭീരവുമായിരുന്നു ആ ക്ഷേത്രമെന്ന് മനസ്സിലാവും. ഇവിടെ കറുത്ത ശിലകൾ കൊണ്ട് പടുത്ത ഒരു മതിൽ കാണാം. ഇൻകകളുടെ സൂര്യക്ഷേത്രത്തിന്റെ അവശേഷിക്കുന്ന ഒരു ചെറുഭാഗമാണത്. സ്പെയിൻകാർ ആ മഹാക്ഷേത്രത്തിന്റെ കല്ലുകൾ പൊളിച്ചെടുത്ത് നിർമ്മിച്ചതാണ് ഈ പള്ളി. ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇതിപ്പോൾ വലിയൊരു തർക്കമന്ദിരമായി മാറിയേനെ. 1654 ഇതിന്റെ നിർമ്മാണം. 15-ാം നൂറ്റാണ്ടിൽ ഇൻകാ സാമ്രാജ്യത്തിലെ പ്രബലനായ ഭരണാധികാരി പാച്ചാക്കുട്ടിയുടെ കാലത്താണ് ഇവിടെ വിപുലമായ ഒരു സൂര്യക്ഷേത്രം നിർമ്മിച്ചത്. കുസ്കോയിലെ ഇൻകാ രാജവംശത്തിലെ 9ാം രാജാവായിരുന്നു പാച്ചാക്കുട്ടി. സമീപ പ്രദേശങ്ങളെല്ലാം തന്റെ രാജ്യത്തോട് ചേർത്ത് കുസ്കോ കേന്ദ്രമാക്കി ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത് പാച്ചാക്കുട്ടിയാണ്. തന്റെ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രമെന്ന നിലയിൽ അദ്ദേഹം പണിയിച്ച സൂര്യക്ഷേത്രമാണ് സ്പെയിൻകാർ പൊളിച്ചുകളഞ്ഞ് അവിടെ പള്ളി പണിതത്. അമേരിന്ത്യൻ ഗോത്രങ്ങളെയെല്ലാം ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന കാലത്ത് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ സ്പെയിൻകാർ തകർത്തുകളഞ്ഞിരുന്നു. പാരമ്പര്യ വിശ്വാസത്തിലേക്ക് അവർ മടങ്ങാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയായിരുന്നിരിക്കാം അത്. ഞാൻ സാന്തോ ഡൊമിംഗോ പള്ളിയിലേക്ക് കയറാൻ തീരുമാനിച്ചു. സൂര്യക്ഷേത്രത്തിന്റെ ചില ശേഷിപ്പുകൾ ഇതിനുള്ളിലുണ്ട്. ടിക്കറ്റ് എടുത്ത് കയറണം. ഇതാണ് ടിക്കറ്റ് ലഭിക്കുന്ന ഇടം. 15 സോൾ നൽകി ടിക്കറ്റ് എടുത്തു. കടന്നു ചെല്ലുന്നത് സാന്തോ ഡൊമിംഗോ കോൺവെന്റ് ആയിരുന്ന ഭാഗത്തേക്കാണ്. ഇവിടെ ചുമരിൽ അതിമനോഹരമായ കുറെ പെയിന്റിങ്ങുകളുണ്ട്. പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല. വലിയൊരു നടുമുറ്റത്തിനു ചുറ്റിലുമായാണ് സാന്തോ ഡൊമിംഗോ കോൺവെന്റ്. സ്പാനിഷ് രീതി അനുസരിച്ച് നഗരത്തിനു നടുവിൽ വലിയൊരു ചത്തുരമുണ്ടാവും. അതേവിധം കെട്ടിടങ്ങൾക്കുമുണ്ടാവും ഒരു നടുമുറ്റം. നഗരവും കെട്ടിടവുമെല്ലാം സമാന ശൈലിയിലാണ് രൂപപ്പെടുത്തുന്നത്. സ്പെയിനിലാകട്ടെ അവരുടെ കോളനികളായിരുന്ന പ്രദേശങ്ങളിലാവട്ടെ വലിയ കെട്ടിടങ്ങളിലെല്ലാം കാണാം ഇത്തരം ഒരു നടുമുറ്റം. കോൺവെന്റിന്റെ ഈ ഭാഗമെല്ലാം ഇൻകാ ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. നടുമുറ്റത്തിനു ചുറ്റുമായി ഇക്കാണുന്നത് ആ ക്ഷേത്രത്തിന്റെ ശേഷിക്കുന്ന ചില ഭാഗങ്ങളാണ്. കോറിക്കഞ്ച എത്ര മനോഹരമായിരുന്നെന്ന് ഈ കാഴ്ചയിൽ നിന്നും വ്യക്തമാകുന്നു. കോറിക്കഞ്ച എന്ന ഇൻകാ വാക്കിനർത്ഥം സുവർണ ഉദ്യാനം എന്നാണ്. കുസ്കോയിലെ സുവർണ ക്ഷേത്രമെന്ന് ഇൻകാ സൂര്യക്ഷേത്രം വിശേഷിപ്പിക്കപ്പെടാനുള്ള കാരണം അതാണ്. മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇൻകകളുടെ കാലത്ത് സ്വർണത്താൽ സമൃദ്ധമായിരുന്നു ഈ ക്ഷേത്രം. സൂര്യരശ്മികളേറ്റ് തിളങ്ങുന്നതിനായി ക്ഷേത്രമേൽക്കൂരയിൽ കട്ടിയുള്ള സ്വർണപ്പാളികൾ പാകിയിരുന്നു. ആ സ്വർണമെല്ലാം സ്പെയിൻകാർ ഇളക്കിയെടുത്ത് ഉരുക്കി കട്ടകളാക്കി സ്പെയിനിലേക്ക് കപ്പൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത്. ശിലയടുക്കി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ അതീവ വൈദഗ്ധ്യമുള്ളവരായിരുന്നു ഇൻകകൾ. 600 വർഷം മുൻപ് അവർ നിർമ്മിച്ച ഈ ക്ഷേത്രഭിത്തികൾ അതിന്റെ തെളിവാണ്. കൃത്യമായ അളവിൽ വെട്ടിയെടുത്ത കല്ലുകൾ. ഷെൽഫുകളാണ് ഭിത്തിയിൽ കാണുന്ന പൊത്തുകൾ. പ്രധാനമായും ആരാധിച്ചിരുന്നത് ഇൻഡി എന്ന സൂര്യദേവനെയായിരുന്നെങ്കിലും മറ്റു പല ദൈവങ്ങൾക്കു വേണ്ടിയുള്ള അൾത്താരകളും ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഞാൻ വീണ്ടും നടുമുറ്റത്തേക്ക് ഇറങ്ങി. ഇടതുവശത്ത് കാണുന്നതാണ് സൂര്യക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ. നടുമുറ്റത്തെ ചുറ്റിയൊന്ന് നടക്കാം. ഇൻക ആരാധനാലയമായിരുന്ന കാലത്ത് സ്വർണത്തിന്റെ വിപുലമായ ശേഖരമാണ് ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. ക്ഷേത്രമേൽക്കൂരയുടെ ഒരു ഭാഗത്ത് സ്വർണപ്പാളികൾ പതിച്ചപ്പോൾ മറ്റൊരു ഭാഗത്ത് സ്വർണം വൈക്കോൽ രൂപത്തിലാക്കി അത് മേഞ്ഞിരുന്നു. ക്ഷേത്രത്തിൽ പലയിടത്തും വലിയ സ്വർണ പ്രതിമകൾ. ക്ഷേത്രത്തിന്റെ ഭാഗമായ ഉദ്യാനത്തിലാകട്ടെ ആടുകൾ, ആട്ടിടയന്മാർ, പറവകൾ, ഷഡ്പദങ്ങൾ എന്നിവയുടെയെല്ലാം സ്വർണരൂപങ്ങൾ. ഞാൻ നടുമുറ്റത്തെ ഒന്ന് ചുറ്റി നടക്കുകയാണ്. ഇവിടെ ഇടതുവശത്ത് ഇൻകാ ക്ഷേത്രത്തിന്റെ അവശേഷിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. വലിയൊരു ഹാളാണത്. അതിന്റെ പുറം ഭാഗത്ത് വലിയൊരു ഭിത്തിമാടം. സെറിമോണിയൽ നിഷ് എന്നാണ് ഗവേഷകർ ഇതിന് നൽകിയിരിക്കുന്ന പേര്. ക്ഷേത്രത്തിൽ പ്രത്യേകമായി ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമോ ചിത്രമോ ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് നിഗമനം. ഒരുപക്ഷെ അതൊരു സ്വർണ്ണ പ്രതിമ തന്നെയായിരുന്നിരിക്കാം. ചില്ലിട്ട് വച്ചിരിക്കുകയാണ് ഇപ്പോൾ സെറിമോണിയൽ നിഷ്.
അതിന് പിന്നിലെ ഹാളിലേക്ക് കയറിച്ചെന്നു. ചക്രവർത്തി നേരിട്ട് പങ്കെടുക്കുന്ന ചില ചടങ്ങുകൾ നടന്നിരുന്ന ഹാളാണ് ഇതെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. ടൂറിസ്റ്റുകളുടെ സംഘവുമായി എത്തിയ ഒരു ഗൈഡ് അതിന്റെ കഥകൾ വിവരിച്ചു നൽകുകയാണ്. ജപ്പാൻകാരാണ് ഗൈഡിനൊപ്പമുള്ളത്. ഇങ്ങനെയുള്ള നൂറുകണക്കിന് അംഗീകൃത ടൂർ ഗൈഡുകളുണ്ട് കുസ്കോ നഗരത്തിൽ. ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ സംസ്കാരസമ്പന്നമായിരുന്ന ഇൻക കാലഘട്ടവും കോളനിവൽക്കരണ കാലവുമൊക്കെയാണ് മനസ്സിൽ തെളിയുന്നത്. ഇൻകകളും സ്പെയിൻകാരും ഒന്നിച്ചു ചേർന്ന മൂന്നാമതൊരു കാലഘട്ടത്തിലൂടെയാണ് കുസ്കോയും പെറു എന്ന രാജ്യം ആകത്തന്നെയും ഇപ്പോൾ കടന്നുപോകുന്നത്. തങ്ങളുടെ സ്വത്വം നിലനിർത്താനും ഇൻക വിശ്വാസ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോകാനും 18-ാം നൂറ്റാണ്ടിൽ വലിയ ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്പാനിഷ് സൈന്യം കലാപങ്ങളെ ദയാരഹിതമായി അടിച്ചമർത്തുകയും ഇൻക നേതാക്കളെ പിടികൂടി പരസ്യമായി വധിക്കുകയുമാണ് ചെയ്തത്. പുതിയ കാലത്ത് ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് ഇൻകകളുടെ പിന്മുറക്കാരും സ്പാനിഷ് വംശജരും സങ്കര ജനസമൂഹവും ജീവിക്കുന്നതാണ് കാഴ്ച. ഇവിടെ ഇനിയുമേറെ കാഴ്ചകളുണ്ട്. അതെല്ലാം തേടി ഇൻകകളുടെ സാംസ്കാരിക ശേഷിപ്പുകൾ തേടി ഞാൻ സഞ്ചാരം തുടർന്നു.